ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കോഫി കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫിയും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് മൈദ, അതിൽ നിന്ന് 2 സ്പൂൺ മൈദ മാറ്റി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് പതുക്കെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് വരുമ്പോൾ ബാറ്റർ തിക്കാണെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഓയിൽ കുക്കറിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് എയർ ബബിൾസ് ഒക്കെ പോകുന്ന രീതിയിൽ ഒന്ന് തട്ടി കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് കുക്കർ വെച്ച് കൊടുത്ത് 30 മിനിറ്റിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചപ്പോൾ എനിക്കിവിടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് പുറത്തെടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമിന് പകരം ന്യൂട്ടെല്ലയാണ് കേക്കിന് മുകളിൽ തേച്ച് കൊടുക്കുന്നത്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. താങ്ക്